എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് സസ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അവയുടെ പേരുകൾ പലപ്പോഴും അറിയാറില്ല. അതിൽ ഭൂരിഭാഗം സസ്യങ്ങളും ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ്. എന്നാൽ പഴയ ആളുകളുമായി നമ്മൾ ഇടപഴകുമ്പോഴാണ് ഓരോ സസ്യങ്ങളുടെ പേരുകളൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ പഴയ കാലത്ത് ഒരു ചുമയോ പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ പറിച്ചുകൊണ്ട് നമുക്ക് തരുന്നൊരു സ്വഭാവം പഴയ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പനിയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകളെ ആശ്രയിക്കുന്ന ഒരു ശീലമുണ്ട്. അതൊരു ചെറിയ പനിയായാൽ പോലും നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകളെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഔഷധ സസ്യങ്ങൾ നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. വിഷജന്തുക്കളുടെ കടി, മുറിവ്, പഴുപ്പ്, കുഴിനകം എന്നീ രോഗങ്ങൾക്കൊക്കെ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ കേരളം, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് തന്നെ മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട്. കൊടവനെന്നും സ്ഥലബ്രഹ്മിയെന്നും മുത്തിലെന്നും അങ്ങനെ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടാറുണ്ട്. ഇത് ഇലകൾ, തണ്ട്, വേരുകൾ, ഇത് 3 ഭാഗങ്ങളാണ് ഈ ചെടിയുടെ ഉപയോഗിക്കാറ്. ഈ ചെടിയുടെ ഇലകൾക്ക് നമ്മുടെ തലച്ചോറിൻ്റെ സെറിബെല്ലത്തിൻ്റെ ആകൃതിയാണുള്ളത്. നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടതും ഓർമ്മശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചെടി ഉപയോഗിക്കുന്നത്. കേരളത്തിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു പൂച്ചെടിയാണ് ശവന്നാറി അല്ലെങ്കിൽ നിത്യകല്യാണി എന്നൊക്കെ പറയുന്നത്. വളരെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ശവപ്പറമ്പുകളിലാണ് ഇത് കൂടുതൽ കാണുന്നതുകൊണ്ടാണ് ശവന്നാറി എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചെടി ഉപയോഗിക്കുന്നത്. ബംഗാളിൽ ഈ ചെടിയെ നയൻതാര എന്ന് അറിയപ്പെടാറുണ്ട്. മണ്ണിനടിയിൽ വളരുന്ന ഒരു കിഴങ്ങാണ് ഇഞ്ചി. ഒരു സുഗന്ധദ്രവ്യവും ഔഷധവുമാണ് ഇഞ്ചി. ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളിലും ഒരു പ്രധാന ചേരുവയാണ് ചുക്ക്. ഇഞ്ചി പ്രത്യേക തരത്തിൽ ഉണക്കിയെടുക്കുന്നതാണ് ചുക്ക് എന്ന് പറയുന്നത്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന ചൊല്ലുപോലുമുണ്ട്. ഉദര രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം കൂടിയാണ് ഇഞ്ചി. കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ചെറു സസ്യമാണ് കുറുന്തോട്ടി. കുറുന്തോട്ടിക്കും വാദമോ എന്നൊരു ചൊല്ല് മലയാളി കേൾക്കാതിരിക്കില്ല. വാദത്തിന് വളരെ ഫലപ്രദമായൊരു മരുന്ന് കൂടിയാണ് ഈ കുറുന്തോട്ടി. ഇതിൻ്റെ വേരും ഇലകളും അരച്ച് നീരെടുത്ത് ദിവസവും കഴിക്കുന്നത് വാദം കുറയ്ക്കാൻ സഹായിക്കുന്നു. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് കൊടിത്തൂവ, അല്ലെങ്കിൽ അതിനെ ചൊറിയൻ തുമ്പ എന്നൊക്കെ പറയാറുണ്ട്. ഈ ചെടിയുടെ ഇല തൊടുന്നതുകൊണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ചൊറിയൻ തുമ്പ എന്നുള്ള പേര് വരാനുള്ള കാരണം. ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ താഴ്ന്നു വളരുന്ന ഒരു ഔഷധസസ്യമാണ് പനിക്കൂർക്ക. കർപ്പൂരവല്ലി എന്നും കഞ്ഞിക്കൂർക്ക എന്നും നവര എന്നൊക്കെ പ്രാദേശികമായിട്ട് അറിയപ്പെടാറുണ്ട്. ഈ പനിക്കൂർക്കയുടെ ഇലകളും തണ്ടുകളുമാണ് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ചുക്കാപ്പിലൊരു പ്രധാന ചേരുവ കൂടിയാണ് പനിക്കൂർക്ക. അതേപോലെ തന്നെ ആയുർവേദത്തിൽ പുളിലേഹ്യം ഉണ്ടാക്കുന്നതിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചേരുവയാണ് പനിക്കൂർക്ക. കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് തുമ്പ. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണവുമായി അഭേദ്യമായ ബന്ധമാണ് തുമ്പപ്പൂവിനും തുമ്പക്കുളത്തിനുള്ളത്. ആയുർവേദ ഔഷധങ്ങളിൽ ഇതിൻ്റെ ഇലയും വേരുമാണ് ഉപയോഗിക്കാറ്. തേളുകുത്തിയ ഭാഗത്ത് തുമ്പയില അരച്ചു പുരട്ടുന്നത് വിഷം ശമിപ്പിക്കാറുണ്ട്. നേത്രരോഗങ്ങൾക്ക് തുമ്പയില അരച്ച് അതിൻ്റെ നീര് കണ്ണിലൊഴിക്കുന്നത് നല്ലതാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഔഷധസസ്യമായും പുണ്യസസ്യമായും ക്ഷേത്രങ്ങളിലും വീടിൻ്റെ പരിസരങ്ങളിലും നാം കാണപ്പെടുന്ന ഒരു ചെടിയാണ് തുളസി. ചുമ, തൊണ്ടവേദന, ഉദരരോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നതായി കാണാറുണ്ട്. 2 തരത്തിലുള്ള തുളസി നാം കാണാറുണ്ട്. ഒന്ന് കറുത്ത തുളസിയും മറ്റൊന്ന് വെളുത്ത തുളസിയും. കറുത്ത തുളസിയെ കൃഷ്ണതുളസി എന്നും വെളുത്ത തുളസിയെ രാമതുളസി എന്നും പറയാറുണ്ട്. ഇതിൽ കൃഷ്ണതുളസിക്കാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. നമ്മുടെ പാടത്തും പറമ്പിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കീഴാർനെല്ലി.
ഈ ചെടിയുടെ ഇലയുടെ അടിഭാഗത്തായി കാണപ്പെടുന്ന നെല്ലി പോലെയുള്ള ആ ചെറിയ കായ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കീഴാർനെല്ലി എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം. മഞ്ഞപ്പിത്തത്തിനും അതേപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു ഔഷധസസ്യം കൂടിയാണ് കീഴാർനെല്ലി. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുള. കേരളത്തിൽ എല്ലായിടത്തും ഈ ഒരു കുറ്റിച്ചെടി കാണാറുണ്ട്. ബലിപ്പൂ എന്നൊരു പേര് കൂടി ചെറുളയ്ക്കുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും വളരെ ഫലപ്രദമാണ് ചെറുള. മുസാന്തയുടെ വർഗത്തിൽ ഉൾപ്പെടുന്ന ചെടിയാണ് വെള്ളിലത്താളി. ഈ ചെടിയുടെ ഇല താളിയായി ഉപയോഗിക്കാറുണ്ട്. അമ്മ കറുമ്പി, മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരി എന്ന കടങ്കഥയുടെ ഉത്തരം ഈ ചെടിയാണ്. കണ്ണിന് കുളിർമ നൽകാനും താരനെതിരായും ഇത് ഉപയോഗിക്കുന്നു. പൂച്ചെടിയായും മരുന്നിനായും ഈ ചെടി വളർത്തുന്നവരുമുണ്ട്. ഏകവർഷിയായ ഒരു ചെറുസസ്യമാണ് മുക്കുറ്റി. ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒരു സസ്യം കൂടിയാണ് മുക്കുറ്റി. കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും മുക്കുറ്റി കാണാവുന്നതാണ്. കവികളും സാഹിത്യകാരന്മാരും മുക്കുറ്റിയെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട്. ചുമ, അതിസാരം, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായി മുക്കുറ്റി ഉപയോഗിക്കുന്നു. നെൽകൃഷിക്ക് സമാനമായ രീതിയിൽ ബ്രഹ്മി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ബ്രഹ്മി പ്രധാനമായും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔഷധമായിട്ടാണ് ഉപയോഗിക്കാറ്. മറ്റു സസ്യങ്ങൾക്ക് ഇട നൽകാതെ കൂട്ടത്തോടെ വളർന്നു വ്യാപിക്കുന്ന ഒരു ചെടിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. മുറിപ്പച്ച എന്നും നീലപ്പീലി എന്നും നായ്ത്തുളസി എന്നും ഈ ചെടി അറിയപ്പെടാറുണ്ട്. അമേരിക്കൻ തദ്ദേശവാസിയായ ഒരു കുറ്റിച്ചെടിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ അപരാജിത എന്ന പേരിലാണ് ശംഖുപുഷ്പം അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇവയുടെ ഉത്ഭവമെന്ന് വിശ്വസിക്കുന്നു. കാതിലില്ലാത്ത ബഹുശാഖിയായ ഒരു വൃക്ഷമാണ് അത്തി. ഏകദേശം 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. നാൽപ്പാമരം എന്ന 4 പ്രധാനപ്പെട്ട വൃക്ഷങ്ങളിൽ ഒന്നാണ് അത്തി. അത്തി, ഇത്തി, പേരാൽ, അരയാൽ ഇവയാണ് നാൽപ്പാമരം. കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന ഒരു ഔഷധസസ്യമാണ് കല്ലുരുക്കി. വൃക്കയിലെ കല്ലിനുള്ള ഔഷധമായതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. മീനാങ്കിണി എന്ന പേരുകൂടി ഈ സസ്യത്തിനുണ്ട്. മുറികൂട്ടി എന്ന പേരിലും ഇത് വയനാട് തുടങ്ങിയ പ്രദേശങ്ങൾ അറിയപ്പെടുന്നു. കഫം, പിത്തം, പനി, മുറിവ്, ത്വക്ക് രോഗങ്ങൾ, വൃക്കയിലെ കല്ല് തുടങ്ങിയവയ്ക്കുള്ള ഔഷധമായി ഉപയോഗിക്കുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധസസ്യമാണ് തൊട്ടാവാടി. ബാഹ്യവസ്തുക്കളുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന മിക്ക അലർജികൾക്കും തൊട്ടാവാടി ഒരു ഔഷധമാണ്. രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും കഫമില്ലാതാക്കുന്നതിനും തൊട്ടാവാടി ഉപയോഗിക്കുന്നു. ബ്രസീലാണ് തൊട്ടാവാടിയുടെ ജന്മദേശം.